നിയമനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കെപിസിസി അധ്യക്ഷൻ നൽകിയ പരാതിയിൽ നടപടി കാത്ത സതീശൻ വിഭാഗം. ജിൻഡോ ജോൺ, വി.ആർ. അനൂപ് എന്നിവരെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ഡിസിസി ജനറൽ സെക്രട്ടറി രാജു പി. നായരാണ് പരാതി നൽകിയത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും മുഖ്യമന്ത്രി സതീശനെതിരെ ഇന്നലെ ആഞ്ഞടിച്ചിരുന്നു. വിവരങ്ങളുമായി ഉമേഷ് കൂടിച്ചേരുന്നുണ്ട്. ഉമേഷ്, വലിയൊരു വിവാദമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കനക്കുന്നത്. ഈ VD സതീശൻ ഒരു ഏകാധിപത്യ നിലപാടിന് ഈ മുന്നണിയുടെ അകത്തു നിന്നും തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ KSU അടക്കം ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഉമ, ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് ഈ KPCC വക്താക്കളായ ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജിൻഡോ ജോണും V.R. അനൂപ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ, പ്രത്യേകിച്ച് KSU സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചത് നൽകാതിരുന്നതും, ഒപ്പം KPCC ജനറൽ സെക്രട്ടറി PM നിയാസിനെ നേരിട്ട് കാണാൻ തയ്യാറാകാതിരുന്ന VD സതീശൻ്റെ നിലപാടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ജിൻഡോ ജോണും V.R. അനൂപ് അടക്കമുള്ളവർ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിൽ നേരിട്ടും ഒക്കെ വന്നതാണ്. ഏറ്റവും ഒടുവിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറും ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിലായിരുന്നു VD സതീശൻ പക്ഷത്തെ പ്രമുഖനായ നേതാവും എറണാകുളം DCC ജനറൽ സെക്രട്ടറിയുമായ രാജു പി. നായർ KPCCക്ക് പരാതി നൽകിയത്. ഈ മുഖ്യമന്ത്രിയെ വിമർശിച്ച രണ്ടുപേരെയും പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ എന്ത് നടപടിയാണ് KPCCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഇത് കേവലം ഈ രണ്ട് നേതാക്കൾ ഉന്നയിച്ച വിമർശനം മാത്രമല്ല, ഇവർക്ക് പിന്നിൽ ഒരു ഗ്രൂപ്പ് തർക്കം തന്നെ ഉണ്ട്. വലിയ നേതാക്കളുടെ പിന്തുണ ഈ തർക്കത്തിന് പിന്നിൽ ഉണ്ട് എന്ന വസ്തുത നിലനിൽക്കെ ഏത് ഘട്ടം വരെ ഈ തർക്കം പോകും എന്നുള്ളതാണ് ഏറ്റവും ചോദ്യമായി നിൽക്കുന്നത്. ഏതായാലും ഇന്നലത്തെ ആ തർക്കത്തോടെ ഇത് അവസാനിക്കില്ല. ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുകൾ, വാക്പോരൊക്കെ ഇനിയും കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല ഉമേഷ്, മറ്റൊരു കാര്യം, ഈ ബാനർ പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിരുന്നു ഈ VD സതീശൻ KC അനുകൂലികളെല്ലാം ഒരു ചേരി തിരിഞ്ഞുള്ള ഒരു ബാനർ പോര്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ അലോഷ്യസ് സേവ്യറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം DCCക്ക് മുന്നിൽ, എറണാകുളം DCCക്ക് മുന്നിൽ ബാനർ സ്ഥാപിക്കുന്നു. മറുഭാഗത്ത് ഈ VD സതീശൻ അനുകൂലികൾ ഉറ്റുനോക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? വീണ്ടും ഒരു ബാനർ പോരിലേക്കാണ് കടക്കുന്നത്. കോൺഗ്രസിലെ യുദ്ധം ഒരു തെരുവിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്, അല്ലേ? അതെ, ഇന്നലെ രാത്രിയാണ് ഉമ ഈ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ഈ കാണുന്ന ഭാഗത്ത് ഈ ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടത്. ആ ബാനറിൽ പറയുന്നത്, KSUക്കാരെ തല്ലിച്ചതയ്ക്കുന്നവരുടെ നിയമനത്തിൽ KSUവിന് കാര്യമുണ്ട്, ചരിത്രം മറക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങളെ അനുവദിക്കില്ല എന്നാണ് ഈ ബാനറിൽ എഴുതിയത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ DCC ഓഫീസിന് മുന്നിൽ KSU എറണാകുളം അസംബ്ലി ഭാരവാഹികളാണ് ഈ ബാനർ സ്ഥാപിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. ആ ഭാരവാഹികൾ ബസിൽ സമാൻ, ഋതുപർണദേവ്, ഈ രണ്ടുപേരുമാണ് ഈ ബാനർ സ്ഥാപിച്ചത്. അവർ അതിന് മുന്നിൽ നിന്ന് ചിത്രമെടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന ബാനർ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ഇരിക്കെ തന്നെയാണ് ഈ KSU സംസ്ഥാന അധ്യക്ഷനെ വിമർശിച്ചുകൊണ്ട് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലും രംഗത്തെത്തിയിരിക്കുന്നത്. കൃഷ്ണലാൽ ഫേസ്ബുക്കിലാണ് ഈ അലോഷ്യസ് സേവ്യറിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വെച്ചു പൊറുപ്പിക്കില്ല. KSU ഗ്രൂപ്പ് മാനേജർമാരോടും നേതാക്കന്മാരോടും ചിലത് പറയാനുണ്ട്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിൽ എന്താണ് തെറ്റ്? ഏതെങ്കിലും നേതാക്കളുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഫേസ്ബുക്ക് താളുകളിൽ 4 എഴുത്തെഴുതിയാൽ വീഴുന്നതല്ല കേരള മുഖ്യമന്ത്രിയും സർക്കാരും എന്നോർത്താൽ നല്ലത് എന്നൊക്കെയാണ് KSU ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് മാത്രമല്ല, വിദ്യാർത്ഥി സംഘടനയിലും പോര് രൂക്ഷമാവുകയാണ്. ഈ നേതാക്കളുടെ പിന്തുണയോടെ തന്നെയാണ് KSUവിലും ഏറ്റുമുട്ടൽ തുടരുന്നത്. അതും വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യത. കുമാർ, എന്തായാലും പാർട്ടിക്കകത്തുമല്ല, വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇടയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പോരുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ നിലപാടിനെതിരെ അടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമാണ് ഉയരുന്നത്. ഇതൊരു ചേരി തിരിഞ്ഞുള്ള ഒരു തെരുവ് യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഉമേഷാണ് വിവരങ്ങളുമായി ചേർന്നത്.